Hello friends, welcome to channel. 𝙑𝙤𝙙𝙬𝙧 സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാനും അതുപോലെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ OnePlusന്റെ പുതിയ ബഡ്സ് ആയിട്ടുള്ള Z2 മോഡലാണ്. അറിയാൻ നമുക്ക് കുറച്ച് ലേറ്റ് ആണ്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് Realmeയുടെ ബഡ്സ് Air 3 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. പക്ഷേ അതിനായിട്ടും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. നമുക്ക് 4999 രൂപയാണ് പ്രൈസ് വരുന്നത്. വിത്ത് ANC സപ്പോർട്ടാണ്. അത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഇതിൻ്റെ പഴയ മോഡലുണ്ട് ബഡ്സ് Z. അപ്പോൾ പാക്കേജ് കണ്ടു ഒരു വ്യത്യാസമില്ല, സെയിം ആണ്. അപ്പോൾ മൈനർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബ്രാൻഡിങ് പേരടക്കം സെയിം ആണ്. അപ്പോൾ അത്രയ്ക്കും സിമിലർ ആയിട്ടാണ് അവർ പുതിയ മോഡൽ ഇറക്കിക്കുന്നത്. അതും 2 കൊല്ലമൊക്കെ ആയിട്ട് പോലും അവർക്ക് ഈ ബോക്സൊന്നും എനിക്ക് ശരിക്കും അത് ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ ബോക്സ് മാത്രമല്ല, ശരിക്കും പ്രൊഡക്റ്റും സെയിം ആണ്, ഡിറ്റോ ആണ്, 99% ഡിറ്റോ ആണ്. ആക്ച്വലി അതിൻ്റെ സ്പെസിഫിക്കേഷൻ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. എന്തായാലും ഇതിൻ്റെ ഒരു ബ്ലാക്ക് മോഡലാണ്. നിങ്ങൾ എന്തായാലും കുറേ വൈറ്റ് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ അല്ല, കസിൻ്റെയാണ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ ഒരു കീ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് 40 ഡെസിബിൾ വരെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതുപോലെ എൻവിറോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. നമുക്ക് AI ഫീച്ചറായിട്ട് എന്ന് വെച്ചാൽ 3 മൈക്ക് ഉണ്ട്. നമുക്കിതിൽ 3 ഇൻബിൽഡ് മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് കോൾസിനും നല്ല തന്നെയാണ് കേട്ടോ. പക്ഷേ റിയൽമിയുടെ നല്ല തന്നെയാണ്. നമ്മൾ റിയൽമിയുടെ വോയിസ് കോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിന് പറയാൻ വന്നത് നമ്മളൊരു ഗീവ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. OnePlus ബുള്ളറ്റ് വയർലെസ് Z2 മോഡലും അതുപോലെ തന്നെ റിയൽമിയുടെ ഈ ബഡ്സ് Air 3 നമ്മൾ ഗീവ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാണാനും മറക്കണ്ട. ഞാൻ എന്തായാലും താഴെയായിട്ട് ലാസ്റ്റായിട്ട് കൊടുക്കാം നമുക്ക് മുകളിലായിട്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടുന്നത് വെച്ചാൽ റീസെൻ്റ്ലി ഇട്ട വീഡിയോ ആണ്. എന്തായാലും ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഇട്ട് നമ്മൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ റൂളൊക്കെ കയ്യിൽ പറയുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല കിട്ടുന്ന സാധനങ്ങളാണ് രണ്ടും. അപ്പോൾ ഇതിൻ്റെ പിന്നെ പറയുന്നത് നമുക്ക് 38 hours ഓഫ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടായത്. നമ്മുടെ പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വന്നേക്കുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് 11mm ഡൈനാമിക് ഡ്രൈവറാണ് വരുന്നത്. നമുക്ക് ഇതിൽ ആക്ച്വലി വന്നിട്ടുണ്ടെന്ന് 10 ആണെന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് 20 hours ബാറ്ററി ലൈഫ് പറയണമല്ലോ. നമുക്ക് 38 ആയിട്ടുണ്ട്. അപ്പോൾ കൂടിയിട്ട് നല്ലോണം. പിന്നെ IP55 വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലുണ്ട്. പിന്നെ 90 ms അൾട്രാ ലോ ലാറ്റൻസിയാണ് വരുന്നത്. നമുക്ക് ആക്ച്വലി റിയൽമിയിൽ ഇതിനായിട്ടും കുറവ് കിട്ടുന്നുണ്ട്. 88 ആണെന്നുകൊണ്ട് കിട്ടുന്നത്. 80mm നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടും കുറവ് നമുക്ക് ലാറ്റൻസി റിയൽമിയിലാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നവംബർ 2021 പാക്കേജാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഓൾഡ് പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മളിത് OnePlus തന്നെ ഓർഡർ ചെയ്ത് ആമസോണിൽ തന്നെ ഓർഡർ ചെയ്ത്. അപ്പോൾ എന്തായാലും ഞാൻ ബസ് ബൈ ലിങ്ക് താഴെ ഇടാം. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാറ്. 2 കളറിൽ അവൈലബിൾ ആണ്. ഒരു വൈറ്റ് കളറിലും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിൽ. എന്തായാലും ബ്ലാക്ക് കളറേ പറയുള്ളൂ. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഗ്ലോസി ബ്ലാക്ക് ഒക്കെയാണ്. ശരിക്കും ഒരു മാറ്റൊക്കെ ആക്കിയിരുന്നു. പിന്നെ നമുക്കിതിൽ എന്തൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബഡ് Z2 വരുന്നുണ്ട്. ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇരട്ടിപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. വാറണ്ടി കാർഡ് വരുന്നുണ്ട്. റെഡ് കേബിൾ ക്ലബ് കാർഡ് വരുന്നുണ്ട്. വെൽക്കം കാർഡ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 5999 രൂപയാണ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 4999 1000 കുറച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിരിക്കും. എന്തായാലും നിങ്ങൾക്കൊരു ആമസോണിൻ്റെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്തായാലും ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. എല്ലാത്തിനും നമ്മളൊരു ഹോം പേജ് പോലെ എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറി ആയിട്ട് നമ്മളൊരു ഹോം പേജ് പോലെ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ടൈം അധികം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് എന്തായാലും ചാനലിന് സപ്പോർട്ടാണ്. നിങ്ങൾ അതിൽ നിന്ന് കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കാശുകളൊന്നും വേറെ ഒന്നും വരില്ല. നമ്മുടെ നോർമൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിംഗിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ OnePlusൻ്റെ ബഡ് Z2 മോഡലിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് OnePlusൻ്റെ ലോഗോ ഇവിടെ കാണാം. അതിൻ്റെ ബ്രാൻഡ് നെയിം ഇവിടെ ഇതിൻ്റെ കളർ ചെയ്തിട്ടുണ്ട്. കളറിൻ്റെ പേര് എന്ന് പറയുന്നത് ഒബ്സിഡിയൻ ബ്ലാക്ക് എന്നാണ് എൻ്റെ കളറിൻ്റെ പേര് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഈ സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫീച്ചേഴ്സ് കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും അതുപോലെ മാനുഫാക്ചറിങ്ങും MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാനുഫാക്ചർഡ് ഇൻ ചൈന തന്നെയാണ് കേട്ടോ. അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടഡ് ബൈ ഒപ്പോ ഇന്ത്യയാണ്. അപ്പോൾ എന്താ പറയുക, MRP വരുന്നത് 5999 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീൽഡ് പാക്കാണ്. ഞാൻ ഇതിൻ്റെ പഴയ മോഡലിൻ്റെ ബോക്സ് കണ്ടു. ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആണ്. എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും ഇല്ല, അത്ര തന്നെ. എനിക്ക് കൂടുതലൊന്നും പറയണത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്കിത് എന്തായാലും നമുക്കിതിൻ്റെ കട്ട് ചെയ്യാം. ഇതിന് നമ്മുടെ സീൽ പാക്കേജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ എന്താ പറയുക പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നത് നല്ല ഇഷ്ടമാട്ടോ. നമുക്ക് പൊളിക്കാനുള്ള ഓൾറെഡി ഇത് ഉണ്ട്, നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. അത് കൊള്ളാം. നമ്മുടെ ആപ്പിളിൻ്റെ പോലെ എന്താ പറയുക, ഞാനത് കളയാം. എനിക്ക് ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ
ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടൈമിൽ നമുക്ക് സാനിറ്റൈസർ അടിക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ചളിയാവുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ബോക്സ് ചെറുതായിട്ടൊന്ന് ഇളങ്ങിയിട്ടുണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഞാനല്ല, ആക്ച്വലി കസിൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുറക്കാം. ഇവിടെ ഒരു അടി കെട്ടിണ്ടായിരുന്നു, അത് കാരണം ഇവിടെ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ബോക്സിന്. ഞാൻ തുറന്നു. ബ്ലാക്ക് ഉള്ളത് തന്നെ ഫുള്ളി ഗ്ലോസി ബാക്കാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ഗ്ലോസി ബാക്കാണ്. നമുക്ക് എന്തായാലും ഇതേപോലെ തന്നെ എടുത്ത് വയ്ക്കാം. എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആക്ച്വലി ആ കസിൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്കിത് ഓവർവ്യൂ ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ മോഡലിൻ്റെ സെയിം ആണ്. ആ കളറൊന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OnePlusൻ്റെ ബ്രാൻഡിങ് ഇവിടെ കാണാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക് പെയറിംഗ് മോഡലിലേക്ക് പോയിക്കോളും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ പൊന്തി വരും. നമ്മൾ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, സെയിം ആണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് കളർ വന്നതിൻ്റെ ഒരു ഭംഗി വന്നിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ചേഞ്ചുകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ISI സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ ഒരു പെയറിംഗ് ബട്ടൺ, എക്സ്ട്രാ ഫിസിക്കൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സെയിം ആണ് നമ്മുടെ. പക്ഷേ ഒരു വ്യത്യാസം എനിക്കിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ ബഡിൻ്റെ പഴയ ബഡിൽ നമ്മൾ ആക്ച്വലി ഒരു കേസ് ഇട്ടുണ്ടാകുന്നുണ്ട്. ഇത് ആക്ച്വലി സെയിം ആണ്. ഈ കേസിൽ ചെറുതായിട്ടൊരു ലൂസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇതിൻ്റെ ഈ Z2 എന്താ വെച്ചാൽ നമുക്ക് Z2 മോഡൽ ചെറുതായിട്ടൊരു ചെറുതാണ് കണ്ടു. ഒരു സ്മോൾ ഒരു പൊടിക്ക് സൈസ് കുറവാണ് കണ്ടു. അപ്പോൾ ചെറിയൊരു ലൂസ് വരും. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ആക്ച്വലി കേസിൻ്റെ ഉള്ളിൽ ഗമ്മുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് ഉപയോഗിച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കേസ് ഗമ്മ് വയ്ക്കാൻ കാരണം തന്നെ അതുമ്പോൾ പാട് വരുന്നുണ്ട്. പക്ഷേ കേസ് ഊരി കഴിഞ്ഞാൽ ആകെ ബോറാവും. പക്ഷേ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല ഭംഗി വരുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ മാറ്റാണ്, ശരിക്കും ഉള്ളിലത്തെ മാറ്റ് പുറത്ത് വേണമായിരുന്നു. അതിനായിട്ടും ഇതിൻ്റെ ഈ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ലിഡിനെ ഞാൻ അതാ പറയാൻ വന്നത്. ആ ഇതിനായിട്ടും എനിക്കിത് കുറച്ചും കൂടി ടൈറ്റും അതുപോലെ കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രൈസ് ഡിഫറൻസ് ഉള്ളതിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. ഞാൻ എന്തായാലും ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അക്സസറീസ് നമ്മുടെ കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കിട്ടണില്ല. ഓക്കെ, നമ്മുടെ റെഡ് കേബിൾ ക്ലബ് അതിൽ കിടക്കുന്നുണ്ട്. റെഡ് കേബിൾ ക്ലബ്ബ് കാർഡ് അവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഒരു യൂസർ മാനുവൽസും അതുപോലെ തന്നെ കുറേ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളുണ്ട്. ഇതിലൊരു വൈറ്റ് അല്ല റെഡ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഒരു റെഡ് കളർ മാറ്റി പോകുന്നു. അപ്പോൾ അത് തന്നെയാണ്, നമ്മളതിൽ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാങ്ങിച്ചതല്ല. അപ്പോൾ ഇത് അതേപോലെ തന്നെ അതിലിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. എനിക്ക് അറ്റ്ലീസ്റ്റ് ഇവർക്ക് ബോക്സെങ്കിലും ഒന്നും മാറ്റായിരുന്നു എന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഞാൻ നമ്മുടെ ബഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. നമ്മുടെ OnePlusൻ്റെ ഫോൺ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ മിറർ ഇമേജ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. നമ്മുടെ നെറ്റും കിടക്കട്ടെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാൻ നെറ്റ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇത് ആക്ച്വലി ലിഡ് ഓപ്പൺ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ലിഡ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. ശരിക്കും ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് മോഡും വരേണ്ടതാണ്. ഇതിൻ്റെ ചാർജ് ഉണ്ട്. പെയറിംഗ് മോഡിൽ തന്നെയാണ് കിടക്കുന്നത്. വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ദ OnePlus Buds Z2 ടാപ്പ് ടു പെയർ വിത്ത് ദ ഡിവൈസ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണക്റ്റ് കൊടുക്കുകയാണ്. കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ, പെട്ടെന്ന് ഫാസ്റ്റ് അല്ല. അപ്പോൾ കണക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. OnePlus Buds Z കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി. അതാണ് നമ്മുടെ Z, നമ്മുടെ Z കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതിൽ AAC സപ്പോർട്ട് ഉണ്ട്, ഹൈ ക്വാളിറ്റി ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അത് സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇയർബഡ് ഫംഗ്ഷനിൽ നമുക്ക് അതിൻ്റെ ഒരു പടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫാണ് കിടക്കുന്നത്. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് കേസിൻ്റെ ഒക്കെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓട്ടോ പ്ലേ ബോക്സ് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ എടുക്കുമ്പോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും. പിന്നെ സ്വിച്ച് ഓഡിയോ ചാനലും ഉണ്ട്. നമുക്ക് ആഫ്റ്റർ യു റിമൂവ് ഇയർബഡ്സ് ഓഡിയോ ഇൻ കോൾസ് ആൻഡ് സർട്ടൺ ആപ്സ് വിൽ പ്ലേ ചെയ്യുക. അത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇയർബഡ് ഫിറ്റ് ടെസ്റ്റ് ഉണ്ട്, അത് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഫേംവെയർ അപ്ഡേറ്റ് നമുക്ക് ഒരു പുതിയ ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കി നോക്കാം. അപ്ഡേറ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ഫോണിന് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വേണ്ട, എന്നാലും അത് സപ്പോർട്ട് നമുക്ക് ഇതിൽ കിട്ടുള്ളൂ.
നമ്മുടെ ക്യാമറയുടെ ബാറ്ററി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ മാക്സ് നോയ്സ് ക്യാൻസലേഷനും അങ്ങനെ 2 നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഉണ്ട്, പിന്നെ ട്രാൻസ്പാരൻസി മോഡും ഉണ്ട്. ആക്ച്വലി ടാപ്പ് ചെയ്താലും കിട്ടും, നമുക്ക് ഇയർബഡ് ഓപ്ഷനിൽ കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ടച്ച് ആൻഡ് ഹോൾഡ് ആണെങ്കിൽ മാക്സ് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പാരൻസി മോഡിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ലോങ് ടച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈസ് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഡിവൈസ് സ്വിച്ച് ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ക്യാമറ ഇപ്പോൾ ചാവും. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്, ബാറ്ററിയൊക്കെ മാറ്റി നമ്മൾ. ഇനി നമുക്ക് എന്തായാലും നമുക്കതിൻ്റെ ഒരു ഡിസ്കണക്റ്റായി നമ്മുടെ എനിക്ക് തോന്നുന്നത് അപ്ഡേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷേ അതിന് അപ്ഡേഷൻ വന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല ആക്ച്വലി. അതുതന്നെ ആയിരിക്കണം, ഇൻഡിക്കേഷൻ ഒന്നും കാണാതെ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആദ്യം റീകണക്റ്റ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റിൻ്റെ താഴെ ടൈം എടുത്തുള്ളൂ, അപ്പോഴേക്കും അത് ഓട്ടോമാറ്റിക് റീകണക്റ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ന്യൂ വെർഷൻ അവൈലബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കേണ്ടി വരും. ചെക്ക് ഫോർ അല്ല, ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയി കഴിഞ്ഞു, ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല ഫാസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ ഒരു പാട്ട് കേട്ടോക്കാം. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാൻ നമുക്ക് കേൾപ്പിച്ചു തരാനുള്ള ഒരു വഴിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കേട്ടോട്ടെ. നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി റിയൽമി ബഡ്സ് എയർ 3 ആണ് നമ്മൾ കേട്ട് നോക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ റീസെൻ്റ്ലി നമ്മൾ ടെസ്റ്റ് കേൾക്കുന്നുണ്ടാകുന്ന ടെസ്റ്റ് ചെയ്തതൊക്കെ. അപ്പോൾ അതിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. എന്തായാലും ഇവിടെ പോയി ഗാന ഓക്കെ, ഞാൻ എന്തായാലും ഇത് നമുക്കിന്ന് എടുത്ത് വയ്ക്കാം. ഇത് നമ്മുടെ പഴയ ബഡ്സിനെക്കാട്ടും ചെറുതാണ് കേട്ടോ, കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട്. ഇത് കമ്പയർ ചെയ്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഓൾഡ് വൺ. കണ്ടോ, ചെറുതായിട്ടുണ്ട്. കണ്ടോ, ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിമാണ്, പക്ഷേ ഇത് ചെറുതായിട്ടുണ്ട്. കണ്ടു, നമ്മുടെ ഈ ലെങ്ത്തും ചെറുതായിട്ടുണ്ട്. ചെറിയ ഇവിടുത്തെ നമ്മുടെ ബോഡിയും കുറച്ച് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് നമ്മൾ വെക്കുകയാണ് ചെവിയിൽ. കൊള്ളാം, ഇത് സെയിമാണ്, നമുക്ക് വെക്കണത് അതേ ഫീൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഓൾഡ് അതേ ഫീൽ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. നല്ല കംഫർട്ടബിളാണ്, എനിക്ക് നല്ല കംഫർട്ടബിളാണ്. ഓൾഡും പഴയതും നല്ല കംഫർട്ടബിളാണ്, ഇതും നല്ല കംഫർട്ടബിൾ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു പാട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇയർബഡ് ഒരെണ്ണെടുത്തു, സാധനം ബോസായിട്ട്. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഇവിടെ ഒരു സെൻസർ ഉണ്ടായിരിക്കും, നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വർക്ക് ചെയ്തോളും. ഞാനൊന്ന് മൂടി വെച്ചു, പ്ലേ ആയി കണ്ടു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കൈ എടുത്തു, പോസായി. അപ്പോൾ അത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ടാപ്പ് ആൻഡ് ടച്ച് നോക്കി നോക്കാം. സിംഗിൾ ടച്ച്, നമുക്ക് സിംഗിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും പ്ലേ ആവണ ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് സെറ്റായിക്കാൻ നോക്കി നോക്കാം. നമുക്ക് അപ്പോഴേക്കും ഗാനയുടെ പരസ്യം കയറി വന്നു. നമുക്കതിന് മുമ്പ് ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിംഗ് എന്താ വന്നിരിക്കണം നോക്കട്ടെ. ഞാൻ ആക്ച്വലി ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് പുലിവലായിന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ടാപ്പ് ആൻഡ് ഓപ്ഷനിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. ഇയർബഡ് ഫംഗ്ഷനിൽ കയറുക, നമ്മുടെ എന്താ പറയുക ഇയർബഡ് കൺട്രോൾസിൽ കയറുക. സിംഗിൾ ടാപ്പ് ആണെങ്കിൽ പ്ലേ പോസ്, അതാണ് നമ്മളിപ്പോൾ പെട്ടത്. നമ്മളെന്തൊരു ഓർഡർ ഷിപ്പായിട്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ്, അതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ പ്രീവിയസ്, അതാണ് വരുന്നത്. പിന്നെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. ലോങ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് സ്വിച്ച് ഔട്ട്. അപ്പോൾ അതാണ് സംഭവം. ഞാൻ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ പാട്ട് ഓൾറെഡി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ചു. ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ അടുത്ത പാട്ട് പോയിട്ടാ. സിംഗിൾ ടാപ്പ് ചെയ്തപ്പോൾ പോസായി. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കൂളായിട്ട്.
അതൊരു ടാപ്പ് ചെയ്തപ്പോൾ വർക്കായി. ഇത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ പഴയ Z ആയിട്ടുള്ള നമ്മുടെ ഈ ഓൾഡ് മോഡലായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഈക്വലായിട്ട് തന്നെ തോന്നിയത്. അതുപോലെ ബാസിൻ്റെ മോഡലായാലും ഓൾമോസ്റ്റ് എനിക്ക് ഈക്വലായിട്ട് തോന്നിയത്. ആകെ ഒരു എക്സ്ട്രാ അഡീഷൻ വന്നിരിക്കുന്നത് ANC സപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ നമുക്ക് മ്യൂസിക്കിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. നമുക്ക് കോൾസിലാണ് ഡിഫറൻസ് വരിക. ഞാൻ ആക്ച്വലി 2-3 കോൾസ് ഇതിന് മുമ്പ് നമ്മൾ ആ ഗ്യാപ്പിൽ വെച്ച് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾസ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പ്രോബ്ലം ഒന്നും ഇല്ല. നിങ്ങൾക്ക് കോൾസിനായാലും നിങ്ങൾക്ക് എന്താ പറയുക കണ്ണുമൂട്ടി വാങ്ങിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ റിയൽമി ബഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ രണ്ടിനും ഓൾമോസ്റ്റ് ഈക്വലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ആക്ച്വലി 1000 രൂപ കുറവാണ്. അപ്പോൾ അതാണ് ശരിക്കും വാല്യൂ ഫോർ മണി. ഇനി അത് പ്രൈസ് കൂടിയാൽ മാത്രമേ ഇതിനൊരു ചാൻസ് വരുന്നുള്ളൂ എന്ന് പറയുന്നത്. വെച്ചാൽ ബാസിൻ്റെ ക്വാളിറ്റി ആയാലും സൗണ്ടിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് ഈക്വലായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് കോൾ ക്വാളിറ്റി ആയാലും സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നി. ഒരു 99% സെയിം ആയിട്ട് തോന്നിയത്. പിന്നെ അതിൻ്റെ ബഡ്സിൻ്റെ ഡിഫറൻസും അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിരുവാണെങ്കിൽ റിയൽമി പോരാത്തതിന് നമുക്ക് OnePlus യൂസർ ആണെങ്കിൽ OnePlusൻ്റെ ഇത് വാങ്ങിക്കാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, 𝙑𝙑 എന്ന് പറഞ്ഞിട്ട്. അല്ലാത്തവർക്ക് ഇത് ഇൻബിൽഡ് ഈ ഫീച്ചറൊക്കെ നമുക്ക് OnePlusൻ്റെ ബ്ലൂടൂത്തിൽ തന്നെ കിട്ടും. പക്ഷേ ഇതിനൊരു കോൺ എന്ന് പറയാനുള്ളത് നമുക്ക് റിയൽമി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ശരിക്കൊരു റിയൽമി ലിങ്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ആപ്പ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇതിനതില്ല. അപ്പോൾ ഇതിന് കുറേ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് ശരിക്കും കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിയൽമി കാര്യം തന്നെ പറയുള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ എല്ലാം ഓൾമോസ്റ്റ് ഈക്വലാണ്. പ്രൈസും ഇതിനായിട്ട് കുറവാണ്. റിയൽമിയുടെ ഒരു ആപ്പ് സപ്പോർട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ആപ്പ് സപ്പോർട്ട് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റിയൽമി തന്നെയാണ് എനിക്ക് ഒരു വിന്നർ എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യൂസർ ഇപ്പോൾ OnePlus യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കണക്ഷനും അതിലൊക്കെ ഒരു നല്ലൊരു ഡിഫറൻസ് വരും. ഒരു ഫാസ്റ്റ് കണക്ഷൻ വരും. അതുപോലെ ഇങ്ങനെ ഗൂഗിൾ സപ്പോർട്ടിന് ഒരു പെട്ടെന്നൊരു ഫാസ്റ്റ് കണക്ഷൻ, ഒരു പെയറിങ് ഫാസ്റ്റായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ സെയിം ബ്രാൻഡിൻ്റെ സംഭവം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ ആയാലും ആപ്പിളിൻ്റെ ഡിവൈസും ആപ്പിളിൻ്റെ എയർപോഡ് ആയാലും കണക്ഷൻ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അപ്പം പിന്നെ ആപ്പിളിൻ്റെ എയർപോഡ് എന്തായാലും നിങ്ങൾക്ക് വേറെ ആൻഡ്രോയിഡിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പക്ഷേ നിങ്ങളുടെ സെയിം ബ്രാൻഡിൻ്റെ ഒരു ഇയർബഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ സെയിം ഫോണാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും പെയറിങ്ങിൽ കിട്ടും. പിന്നെ ചെറുതായിട്ട് ഈ ഒരു എന്താ പറയുക ഇങ്ങനത്തെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ടും കിട്ടും. അപ്പോൾ വേറെ നിങ്ങൾക്ക് എന്തായാലും 𝙑𝙑 ആപ്പ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കും ചെയ്യാം. അപ്പോൾ അതൊരു നെഗറ്റീവ് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ നമുക്ക് വേറൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് മാത്രം OnePlus യൂസറുകൾക്ക് ഇൻബിൽഡായിട്ട് അത് കിട്ടുന്ന മാത്രം ബ്ലൂടൂത്തിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ വേറെ അല്ലാണ്ട് സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും വന്ന് മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റോ കുറയോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കമൻറ്റായിട്ട് ചെയ്താൽ മതി. നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ റീസെൻ്റ്ലി ഇട്ട നമ്മുടെ ഗിവ് വീഡിയോ കാണാനും മറക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.